ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട തെസ്സലോനിക്കരുടെ 2-ാം ലേഖനത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനമാണ് നമ്മോട് ഇടപെടുന്നത്. സമാധാനത്തിൻ്റെ കർത്താവായവൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. വളരെ അമൂല്യമായ ഒരു ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഘടകമാണ് സമാധാനം. സമാധാനമില്ലാതെ പല കുടുംബങ്ങളും താറുമാറാകുമ്പോൾ, സമാധാനമില്ലാത്തതിൻ്റെ പേരിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് ജീവിതം നാശത്തിലേക്ക് തള്ളിവിടുമ്പോൾ സമാധാനത്തിന് വേണ്ടി വഴികൾ തിരയുന്ന മനുഷ്യരെ ഞാനും നിങ്ങളും കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൻ്റെ സമാധാനം താൽക്കാലികമാണെങ്കിൽ, ലോകം ഇന്ന് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നൽകി സമാധാനം ഉണ്ടാക്കുന്നവരെ ആദരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ തിരുവചനം പറയുക, ദൈവവചനം അനുസരിക്കുന്ന ഭക്തന് വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദത്തം, അവൻ സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കുമെന്ന. പണമുണ്ടായതുകൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല, പദവികൾ ഉള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ദൈവസ്നേഹം നമ്മോട് വാഗ്ദത്തം ചെയ്യുന്നത് ഒരുപക്ഷെ സാമ്പത്തികമായി ഉന്നമനമായിരിക്കത്തില്ല, ശാരീരികമായി മെച്ചപ്പെട്ട നിലവാരമാകത്തില്ല, ആഗ്രഹിച്ച നിലവാരത്തിൽ എല്ലാ കാര്യവും നടക്കുന്നുണ്ടാകത്തില്ല. പക്ഷെ കർത്താവ് ഇന്ന് ഉറപ്പ് നൽകുന്നത്, സമാധാനത്തിൻ്റെ ഉറവിടമായവൻ കർത്താവ് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് ഓർപ്പിക്കുമ്പോൾ, കർത്താവ് നൽകുന്ന സമാധാനം ഏത് വിഷയത്തെയും, ഏത് അവസ്ഥകളിലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾക്കകത്തും എന്നെയും നിങ്ങളെയും ബലത്തോടെ നിർത്തുവാനും ശക്തീകരിക്കുവാനും പ്രാപ്തമാണെന്ന് തിരിച്ചറിയുക. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ റോമിലേക്കുള്ള യാത്രയിൽ പ്രതികൂല കാലാവസ്ഥയുടെ നടുവിൽ കാറ്റിലും കൊടുങ്കാറ്റിലും പെട്ട് അവർ യാത്ര ചെയ്ത കപ്പൽ തകരുന്ന നിലവാരത്തിൽ എത്തിയെന്ന് മാത്രമല്ല, 276 പേരടങ്ങുന്ന കപ്പലിൽ അപ്പോസ്തലനായ പൗലോസ് ഒഴികെ സകലരും രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തനോട് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുക മാത്രമല്ല, ആ ദൈവശബ്ദം തന്നെ മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനും അവരുടെ ജീവിതത്തിൽ ആശ നൽകുവാനും ഇടയാക്കിയെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് അവസ്ഥകളെയും തരണം ചെയ്യുവാൻ ദൈവിക സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ, അവൻ്റെ വഴികളെ അനുസരിച്ച്, അവൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് നമുക്ക് ദൈവ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാം. കഷ്ടതയിലും കണ്ണുനീരിലും പ്രതിസന്ധിയിലും അനാരോഗ്യത്തിലും ഏത് ദുർഘടമായ ജീവിതാനുഭവങ്ങളുടെ നടുവിലും ദൈവത്തെ അറിയുന്ന ഭക്തൻ തളർന്നു പോകാതെ കരം പിടിച്ച് ബലപ്പെടുത്തി സമാധാനത്തോടെ നിർത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സമാധാനത്തിൻ്റെ ഉറവിടമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ 2026 ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യത്തക്ക നിലവാരത്തിൽ ദൈവിക സമാധാനം നൽകി നമ്മെ പരിപാലിക്കേണ്ടതിന് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആവോളം ദൈവിക സമാധാനം തന്ന് എന്നെയും നിങ്ങളെയും പരിപാലിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.